Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തോ വി.എസ്. ജോയിയോ എന്നതിൽ വീണ്ടും സസ്പെൻസ്. നിലവിൽ ഇരുവർക്കും തുല്യ സാധ്യതയാണുള്ളത്. അവസാന റൌണ്ടിലേക്ക് നീങ്ങിയപ്പോൾ ആര്യടൻ ഷൌക്കത്തിന് നേരിയ മുൻതൂക്കം ലഭിച്ചിട്ടുണ്ടെന്ന സൂചന പുറത്തുവരുമ്പോഴും കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഊരാക്കുടുക്കൽ തന്നെയാണ്. പി.വി. അൻവറിന്റെ നിലപാടും ഏറെ നിർണായകമാകും. കോൺഗ്രസ് നേതൃത്വവുമായി ക്രൈസ്തവ വിഭാഗം മുനമ്പം വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയം ഏറെ നിർണായകമാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ ക്രൈസ്തവ വിഭാഗത്തിന് 20% വോട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഇതുവരെ യുഡിഎഫിന് അനുകൂലമായിരുന്നു. എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വോട്ടുകൾ നിർണായകമാകും. എല്ലാ വശങ്ങളും പരിശോധിച്ചു വേണം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ. യുഡിഎഫിന് നിർണായകമായ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ സ്ഥാനാർത്ഥി നിർണയം ഏറെ കരുതലോടെയായിരിക്കും നടത്തുക. യുഡിഎഫ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് 2 പേരുകൾ പരിഗണിക്കുമ്പോൾ എൽഡിഎഫിൽ സ്ഥാനാർത്ഥി നിർണയം എങ്ങുമെത്തിയിട്ടില്ല. നിലമ്പൂർ മണ്ഡലം നിലനിർത്തണമെങ്കിൽ എൽഡിഎഫ് കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തേണ്ടിവരും. പൊതുസമ്മതനായ സ്വതന്ത്രരെ തേടുമ്പോഴും നിഷ്പക്ഷ വോട്ടുകളിലേക്ക് കടന്നുകയറാൻ കഴിവുള്ള ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത്. സഖാവ് കുഞ്ഞാലിക്ക് ശേഷം 55 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഒരിക്കൽ പോലും പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ വിജയിപ്പിക്കാൻ സിപിഎമ്മിന് കഴിഞ്ഞിട്ടില്ല. 1987 കരുത്തനായ ദേവദാസ് പൊറ്റക്കാടിനെയും 2006 പി ശ്രീരാമകൃഷ്ണനെയും പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചെങ്കിലും ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. അതിനാൽ തന്നെ മണ്ഡലം നിലനിർത്തണമെങ്കിൽ പൊതുസമ്മതനായ സ്വതന്ത്രനെ തന്നെ ഇറക്കണമെന്ന ചിന്ത സിപിഎം നേതൃത്വത്തിനുണ്ട്. കരുത്തറിയിക്കാൻ ബിജെപി അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, നവ്യ ഹരിദാസ് എന്നിവരിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ കടുത്ത ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. 3 മുന്നണികളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ തെരഞ്ഞെടുപ്പായാണ് കാണുന്നത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.